2025 ഓഫീസും ജോലിയും ഡ്യൂട്ടിയും എൻ്റെ എനർജി എല്ലാം ലോ ബാറ്ററി മോഡിലാണ്. കണ്ണാടി നോക്കിയാൽ പോലും മിറർ എന്നോട് ചോദിക്കും, എന്താ മോനെ സ്ലീപ്പ് ഓപ്ഷണൽ ആണോ? പിന്നെ ഒന്നും നോക്കിയില്ല, പോയൊരു ചായ ഉണ്ടാക്കി ഐശ്വര്യമായിട്ട് ആ പണി അങ്ങ് തുടങ്ങി. ഈ 2026 ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രഷ് സ്റ്റാർട്ടിന് വളരെ നല്ലത് ഫ്രഷ് ആയിട്ടുള്ള സ്ക്രബ് തന്നെയാണ്. ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് സ്ക്രബിലൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ മൂഡിലൊരു മാറ്റം വരുമല്ലോ. സ്ക്രബിൻ്റെ കാര്യം വരുമ്പോൾ പഴയ ആ ഒരു നോർമൽ സ്ക്രബിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. എന്തായാലും പ്ലെയിൻ സ്ക്രബ്സ് നോ വേ, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ വാട്ടർ മിലൻ്റെ സ്ക്രബ് എടുക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നഴ്സുമാരെന്ന നിലയ്ക്ക് നമുക്കറിയാലോ, ആ വാർഡിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധമാണ് വരുന്നത്. അതും അടിച്ചവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കുള്ള മൂഡ് പോലും പോവും. പിന്നെ ഈ സ്ക്രബിലോട്ടൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ആൻഡ് ഫ്രഷ്നെസ്, അതേ ഉള്ളൂ. നമുക്കെന്തായാലും വാർഡോ ആ സാഹചര്യങ്ങളോ മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം സ്ക്രബിൻ്റെ കട്ടിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞു. ഇനി പതിയെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ തുടങ്ങാമല്ലേ? ഒരു കാര്യം വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സ്റ്റിച്ചിങ് ആണ് എന്നെ കുറേ ക്ഷമ പഠിപ്പിച്ചത്. ഇടയ്ക്ക് നൂല് കുരുങ്ങും, പിന്നെ നൂല് പൊട്ടും. അങ്ങനെ എടുക്കുക, വെക്കുക, അഴിക്കുക, വെറുക്കുക, നന്നായിട്ട് ക്ഷമ പഠിക്കാൻ പറ്റിയ സാധനമാണ് ഈ സ്റ്റിച്ചിങ്. ഇതൊക്കെയാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. അതാണ് എന്നെ ഈ സ്റ്റിച്ചിങ്ങിൽ പിന്നെയും പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. കട്ടിങ് ടൈമിൽ ഞാനൊരു ടൈലറാണ്, സ്റ്റിച്ചിങ് ടൈമിൽ ഞാനൊരു ഡിസൈനറും. പിന്നെ മിസ്റ്റേക്സ് ഒക്കെ വന്നാൽ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഡിസൈനായിട്ട് എന്നെ പുറത്തിറക്കും. എല്ലാവർക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും അതറിയാൻ തോന്നുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ നെക്കിൻ്റെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും കിട്ടും. പിന്നെ ആ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രൂപമൊക്കെ ആയി. അപ്പം അതങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഒരു രസമായില്ലേ. അങ്ങനെ അത്യാവശ്യം സ്ക്രബിൻ്റെ ഒരു രൂപം പ്രാപിച്ച് വരുന്നുണ്ട്. പിന്നെ ആ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കുക. വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യത്തിലോട്ടാണ് നമ്മളിനി കിടക്കുന്നത്, പോക്കറ്റ്. അത് നഴ്സുമാർക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പോക്കറ്റ് ഇല്ലെങ്കിൽ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും വെക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഈ പോക്കറ്റ്. അത് അടിപൊളിയായിട്ട് അടിച്ചെടുക്കുക, കീറിപ്പോകാത്ത വിധത്തിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഫൈനൽ ടച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി സ്ക്രബ് ഒന്ന് അയൺ കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ക്രബ് കിട്ടും. അങ്ങനെ ഞാൻ സുഗന്ധം വമിക്കുന്ന സ്ക്രബിൽ നിന്നും സിമ്പിൾ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള സ്ക്രബിലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.